ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ജെയിലൻ പി എസ് സിയുടെ ഒരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വരാനിരിക്കുന്ന 10th പ്രിലിമിനറി എക്സാമിനേഷൻ എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം അതിനെക്കുറിച്ചുള്ള ഒരു സെഷനാണിത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ട് PSC എക്സാം അല്ലെങ്കിൽ 10th പ്രിലിമിനറി എഴുതാൻ പോകുന്ന സ്റ്റുഡൻസും അതുകൂടാതെ 10th പ്രിലിമിനറി ഇതുവരെയായിട്ടും പാസ്സാകാൻ, അതായത് പഠിച്ചു പക്ഷേ എന്നിരുന്നാലും പാസ്സാവാൻ സാധിക്കാത്ത സ്റ്റുഡൻസും അവരാണ് മുഖ്യമായിട്ടും ഇത് കാണേണ്ടത്. അതല്ലാത്തവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം എന്നുള്ള ഒരു റെമഡിയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ സിലബസ് വിശദമായിട്ട് തന്നെ പരിശോധിക്കുക അല്ലെങ്കിൽ പരിചയപ്പെടുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. നമുക്ക് ടോട്ടൽ 100 മാർക്കിൽ 80 മാർക്ക് GK പോർഷൻസും 20 മാർക്ക് മാത്സും ആണ് വരിക. ഓക്കെ, 80 മാർക്ക് GK, 20 മാർക്ക് മാത്സ്. ഓക്കെ, നമ്മുടെ PSC എക്സാം കലണ്ടറിൽ നമ്മുടെ 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പുതിയ അല്ലെങ്കിൽ പഴയ രണ്ടും സെയിം തന്നെയാണ്, സിലബസൊക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ജൂലൈ 18, ആഗസ്റ്റ് 1 ഈ 2 ദിവസങ്ങളിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ജൂലൈ 18ലും 2 ഫേസ് ഉണ്ടായിരിക്കും, ആഗസ്റ്റ് 1ലും 2 ഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ, രാവിലെയും ഉച്ചയ്ക്കുമായിട്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ് ആണ് നമുക്ക് എക്സാമിനേഷൻ കിട്ടുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് രാവിലെ ആയിരിക്കാം എക്സാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം എക്സാം. ഇനി നമുക്ക് എക്സാമിനേഷൻ എന്നാണെന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഈ ജൂലൈ 18നോ അല്ലെങ്കിൽ ആഗസ്റ്റ് 1നോ മുമ്പായിട്ട് ഒരു 14 ദിവസം 2 ആഴ്ച മുമ്പായിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് വരും. അപ്പോൾ ആ ഹോൾ ടിക്കറ്റ് ജൂലൈ 18 മുമ്പ് 14 ദിവസം മുമ്പ് നമുക്ക് ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തായിരിക്കും എക്സാമിനേഷൻ ജൂലൈ 18. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹാൾ ടിക്കറ്റ് വന്നില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ആഗസ്റ്റ് 1 നമുക്ക് എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി സിലബസിലേക്ക് പോകാം. 60 മാർക്കാണ് നമുക്ക് മെയിനായിട്ട് GK പോർഷനിൽ നിന്നുള്ളത്. ബാക്കി 20 മാർക്ക്, മൊത്തം GK 80 എന്ന് പറയുമ്പോൾ 60 മാർക്ക് GK, അതിൽ സയൻസ് 20 മാർക്കുണ്ട്, അതും കൂടി കൂട്ടിയാണ് 80 മാർക്ക് GK പറയുന്നത്. മാത്സ് 20 മാർക്ക്. ഓക്കെ, അപ്പോൾ ഈ 60 മാർക്കിൽ ഈ ഫസ്റ്റ് വരുന്ന പോർഷൻ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലിക സംഭവങ്ങൾ. അപ്പോൾ ഈ 10 മാർക്ക് ചോദിക്കുക കറണ്ട് അഫെയർ ബേസ്ഡ് ആയിരിക്കും. 10 മാർക്ക് കറണ്ട് അഫെയർ ബേസ്ഡ് ആയിരിക്കും. കറണ്ട് അഫെയർ അല്ലാതെ ഉള്ള ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ മെജോറിറ്റി ക്വസ്റ്റ്യൻസും കറണ്ട് അഫെയർ ബേസ്ഡ് ആയിരിക്കും. സമകാലിക സംഭവങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഈ ഓരോ പോർഷൻസിൽ നിന്നും ശാസ്ത്ര സാങ്കേതിക മേഖല അല്ലെങ്കിൽ കലാ സാംസ്കാരിക മേഖല, അതുപോലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, ഇതിൽ നിന്നൊക്കെ ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫെയർ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ ഇനി നമുക്ക് വലിച്ചു വാരി പഠിക്കേണ്ട ഒരു സമയമില്ല. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പ്രയോറിറ്റി കൊടുത്ത് വേണം നമ്മൾ ഇനി പഠിക്കാൻ, അല്ലേ? ഇനി അടുത്തതിൽ നോക്കി, ഇന്ത്യയുടെ ജോഗ്രഫിയാണ്, അതുപോലെ കേരളത്തിൻ്റെ ജോഗ്രഫിയും. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത, അതിർത്തി, അതിര്, ഊർജ്ജ മേഖല, ഗതാഗത വാർത്താവിനിമയത്തിലെ പുരോഗതി, പ്രധാന വ്യവസായം എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക വിവരം, ഇതിനും 10 മാർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റം, ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, ഇതൊക്കെയാണ് ഈ 3ാമത്തെ സെക്ഷനിലുള്ളത്. അതും 10 മാർക്ക്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ എല്ലാ കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമയും, മൗലികാവകാശം, കടമ, പിന്നെ ദേശീയ ഗാനം, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ചിഹ്നം, അത്രയും കാര്യങ്ങൾ. അതല്ലാതെ പിന്നെ അടിസ്ഥാന കുറച്ച് ബേസിക് വിവരങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 10 മാർക്ക്. അപ്പോൾ ഇതിന് പുറത്തുനിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം, അല്ലേ? അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അത് നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടോപ്പിക് വൈസ് ഏതൊക്കെ മേഖലകളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിൽ പ്രാമുഖ്യം കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾക്ക് പ്രാമുഖ്യം കൊടുത്ത് തന്നെ പഠിച്ചു പോകണം, അല്ലേ? അതിന് കറക്റ്റായിട്ട് റിവിഷൻ നടത്തണം, അങ്ങനെ മുന്നോട്ട് പോകണം. ഓക്കെ, ഇനി അടുത്തത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതം, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായികരംഗം, അത് 10 മാർക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം കറണ്ട് അഫെയർ ബേസ്ഡ് ആയിട്ട് കുറച്ച് കാര്യം പറഞ്ഞു, 10 മാർക്ക്. പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം ബേസ് ചെയ്തിട്ട്, പിന്നെ ഇന്ത്യയുടെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട്, പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് പറഞ്ഞു. പിന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, അതായത് ഭൗമശാസ്ത്രം,
ജോഗ്രഫി ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, റിനൈസൻസ്, നവോത്ഥാന നായകരെയൊക്കെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ പഠിക്കണം എന്നുള്ളത്. അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ, വന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഇത്രയും പേരെ എങ്ങനെയായാലും പഠിച്ചിരിക്കണം. അതല്ലാതെ കൂടുതൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയിട്ട് ആരെയൊക്കെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടോ അവരെയും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 60 മാർക്ക് ഇത്രയും പോർഷനിൽ നിന്ന് 6 പാർട്സിൽ നിന്ന് 60 മാർക്ക് എന്നുള്ളത് ചോദിക്കും. ഇനി വരുന്നത് 20 മാർക്കാണ് അല്ലേ. ആ 20 മാർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സയൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ്. അതിൽ 10 മാർക്ക് നാച്ചുറൽ സയൻസിനും 10 മാർക്ക് ഫിസിക്കൽ സയൻസിനും. നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും ആരോഗ്യക്ഷേമ പ്രവർത്തനം. ഇതിൽ നിന്ന് നമുക്ക് കറണ്ട് അഫെയർ പ്രതീക്ഷിക്കാം. പിന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. അതിന് ശേഷം കാണുന്ന ഈ ടോപ്പിക്കുകളില്ലേ, ഈ ടോപ്പിക്കുകളൊക്കെ അത്ര ലെങ്തി ടോപ്പിക്കുകളല്ല. ഈ കാണുന്ന 2 തൊട്ട് 7 വരെയുള്ള ടോപ്പിക്കുകൾ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ കഴിയും അല്ലേ. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു പോർഷന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോഴും മനുഷ്യ ശരീരത്തെക്കുറിച്ച്, എല്ലാ മനുഷ്യ ശരീരത്തെക്കുറിച്ച് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളത് ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ പഠിച്ച് വെറുതെ ഒരു തവണ വായിച്ചു പോയാൽ പോരല്ലോ. നമുക്ക് അതിനെക്കുറിച്ച് റിവിഷൻ നടത്തണം. എക്സാംസ്, കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റ് അതൊക്കെ എഴുതി നോക്കിയാലേ നമുക്ക് അതിൽ നിന്ന് എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് നമ്മുടെ ഹൃദയം, അതുപോലെ തന്നെ കണ്ണ്, അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് മനുഷ്യ ശരീരങ്ങൾ പഠിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ വരുന്നത് ഫിസിക്കൽ സയൻസിലേക്കാണ്. ഫിസിക്കൽ സയൻസ് കെമിസ്ട്രിയാണ് അല്ലേ. കെമിസ്ട്രിയും ഫിസിക്സും കൂടിയാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആറ്റത്തിൻ്റെ ഘടന, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണങ്ങളും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും. ഇപ്പോൾ ഇവിടം വരെ കെമിസ്ട്രി വന്നു, ഇവിടം തൊട്ട് ഫിസിക്സ് വരും. ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനം, താപം, ഊഷ്മാവ്, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും, സവിശേഷതകളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 100 മാർക്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയാവുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ 20 മാർക്കും അതുപോലെ തന്നെ സയൻസിൻ്റെ 20 മാർക്കുമാണ്. ഓക്കെ, അപ്പോൾ ഈ 40 മാർക്കിൽ നിന്ന് നമുക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്ക് കട്ട് ഓഫ് മറികടക്കുന്നത്, അല്ലെങ്കിൽ കട്ട് ഓഫൊക്കെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ്. കാരണം മാത്സും സയൻസും പാടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കൂടിയും ഈ പറയുന്ന സിലബസ് അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് പ്ലാനോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം അത്ര ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ 10th പ്രിലിമിനറി എക്സാമിനേഷൻ ചോദിക്കില്ല. LGS മോഡൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി ഉയരെ അത്രയും രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മാത്സിലേക്ക് വരാം. മാത്സിൽ ലഘുഗണിതവും അതുപോലെ റീസണിങ്, മെൻ്റൽ എബിലിറ്റി, മാനസിക ശേഷിയുണ്ട്. ലഘുഗണിതം മാത്സിൽ 10 മാർക്കും അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിയിൽ 10 മാർക്കും, മൊത്തം 20 മാർക്കാണ് മാത്സിൽ ക്വസ്റ്റ്യൻസ് വരിക. അതിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഗ, സംഖ്യകളിൽ തന്നെ വരുന്നതാണ് ഭിന്നസംഖ്യ, ദശാംശ സംഖ്യയൊക്കെ. പിന്നെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് വർഗം, വർഗ്ഗമൂലം, പിന്നെ ശരാശരി, ലാഭം, നഷ്ടം, സമയം, ദൂരം. ഇത്രയേ ഉള്ളൂ അല്ലേ. സമയം, ദൂരം, വർക്ക് ആൻഡ് ടൈം, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്, ജോമെട്രി ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ഇനി അടുത്തത് മാനസിക ശേഷി വരുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, അതായത് ബോർഡ് മാസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലെ. പിന്നെ ശ്രേണികളുണ്ട്, സമാന ബന്ധമുണ്ട്, തരംതിരിക്കലുണ്ട്, ഒറ്റയാന കണ്ടെത്തലുണ്ട്, അർത്ഥവത്തായ രീതിയിലുള്ള പദങ്ങൾ ക്രമീകരണമുണ്ട്, വയസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്ഥാനനിർണ്ണയമുണ്ട്. പക്ഷേ നമ്മൾ മാത്സ് 20 മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ സിലബസ് അനുസരിച്ചുള്ളത് കവർ ചെയ്യുക. അതിന് ശേഷം PYQs നോക്കുക. ഓക്കെ, PYQ നോക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും മാത്സിലൊക്കെ അല്ലെങ്കിൽ സയൻസിലൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഔട്ട് ഓഫ് സിലബസ് വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയും ചാൻസസ് ഉണ്ട്, അങ്ങനെയും വരും. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ക്ലോക്ക്, ഇവിടെ നമ്മുടെ അടുത്ത് ക്ലോക്ക് എന്നുള്ള ഒരു പോർഷൻ പറഞ്ഞിട്ടില്ലല്ലോ, ക്ലോക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അല്ലെങ്കിൽ കലണ്ടർ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം അല്ലേ. അപ്പോൾ അങ്ങനെ പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? PYQ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഞങ്ങളുടെ പ്ലാറ്റ്ഫോം നമ്മുടെ പ്രിലിമിനറി പാസ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കായിട്ട് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ജൂൺ 5 തൊട്ടാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 199 രൂപയാണ് അതിൻ്റെ. അപ് ടു എക്സാം വരെ ആയിരിക്കും അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷനിൽ സിലബസ് ബേസ്ഡ് ചെയ്തിട്ട് എല്ലാ പോർഷൻസ് കംപ്ലീറ്റഡ് ആണ്.
അപ്പോൾ അതെങ്ങനെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് കുറേ പോർഷൻസ് അല്ലെങ്കിൽ കുറേ വീഡിയോസ് തന്നതുകൊണ്ട് മാത്രം നമുക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി മെൻറ്റർ ഉണ്ടായിരിക്കും, അതുകൂടാതെ നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടായിരിക്കും, ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെയായിരിക്കും ഈ പാക്കേജ് ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന ഈ 2 നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, കൺവിൻസ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു മെത്തേഡ്, നമ്മളിപ്പോൾ ഔദ്യോഗിക സിലബസ് ഡൗൺലോഡ് ചെയ്ത് പരിചയപ്പെടുക, അത് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടു. ഇനി മാർക്ക് വെയിറ്റേജ് നോക്കുക. അത് നമ്മൾ നോക്കിയില്ലേ, മാർക്ക് വെയിറ്റേജ് നോക്കുക എന്ന് പറഞ്ഞാൽ GK 80. ആ GKയിൽ എന്താ 20 സയൻസും കൂടി ഉണ്ട്. 20 സയൻസും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഞാൻ GK 80 എന്ന് പറഞ്ഞത്. പിന്നെ 20 മാത്സും ഉണ്ട്. അപ്പോൾ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ വെയിറ്റേജ് ഇതിനൊക്കെ കൊടുക്കണം. മാത്സിനും കൊടുക്കണം, സയൻസിനും കൊടുക്കണം. ബാക്കിയുള്ള 60 മാർക്കില്ലേ GK പോർഷൻ, അതിലേതൊക്കെയാണോ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുക, നമ്മൾ ഒരു തവണ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ സബ്ജക്റ്റാണ് നമുക്ക് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ഇനി അടിത്തറ ശക്തമാക്കുക. ഈ അടിത്തറ ശക്തമാക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത് നമ്മൾ SCRT. ഓക്കെ, SCRT പുതിയ SCRT മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ SCRT യിലെ എല്ലാ ചാപ്റ്ററും നോക്കുക എന്നല്ല, നമ്മുടെ ഈ സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്റേഴ്സ് നോക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. അതല്ലാതെ നമ്മളൊരു മെയിൻസ് എക്സാമിനേഷനൊക്കെ പോകാൻ നേരത്ത് എങ്ങനെയായാലും SCRT NCRT അതൊക്കെ കംപ്ലീറ്റ്ലി പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ SCRT ഒക്കെ നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ വൈസ് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അടിത്തറ ശക്തമാക്കുക. പിന്നെ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രതിദിന ടൈം ടേബിൾ, ഓരോ ദിവസവും ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതിന് ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. റിവിഷൻ ഉണ്ടായിരിക്കണം. സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ റിവിഷൻ പഠിച്ച കാര്യങ്ങൾ, തിങ്കൾ ടു വെള്ളി നമ്മളൊരു കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ശനി ഞായറുമായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഒരു ദിവസം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാൻ നേരത്ത് അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ, ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. കാരണം നിങ്ങൾ ഇതൊക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ആളുണ്ടായിരിക്കും. ഇതേ രീതിയിലായിരിക്കും നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോവുക. ആകെ ഇനി നമുക്ക് ഒരു 2 മാസം കഷ്ടിച്ച്, 2 മാസം ഇല്ല, ഒരു 1.5 മാസമാണ് നമുക്ക് മുന്നിലുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് കറണ്ട് അഫെയറും മാത്സും പ്രാക്ടീസ് ചെയ്യണം. കറണ്ട് അഫെയർ സ്പെഷ്യലായിട്ട് നമ്മുടെ ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ബേസ് ചെയ്തിട്ട് കറണ്ട് അഫെയർ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ മാത്സ് വർക്കൗട്ട് ചെയ്യണം, അല്ലേ? മാത്സ് വർക്കൗട്ട് ചെയ്യണം. പിന്നെ PYQs, മുൻവർഷ ചോദ്യ പേപ്പറുകളും മോക്ക് ടെസ്റ്റുകളും നമ്മൾ എടുക്കണം, അല്ലേ? PYQസും അതുപോലെ മോക്ക് ടെസ്റ്റുകളും എടുക്കണം. ഷോർട്ട് നോട്ടുകൾ നമ്മൾ ജസ്റ്റ് വായിക്കുക എന്നല്ല, നമ്മളിപ്പോൾ ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സിൽ നിന്നൊക്കെ പഠിക്കാൻ നേരത്ത്, അല്ലേ, നമ്മൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അതെന്തിനു വേണ്ടിയാണ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് എക്സാം ടൈമിലൊക്കെ, അതായത് എക്സാമിന് ഒരാഴ്ച മുമ്പൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റ സ്ട്രെച്ചിൽ വായിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് തയ്യാറായിട്ടുള്ള ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ നമുക്കത് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ജൂലൈ 18 അതുപോലെ ആഗസ്റ്റ് 1 എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ അതാരും മറക്കണ്ട. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.